കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരവും ഒക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ പുതിയ മേൽശാന്തിയാണ്. മേൽശാന്തി ഇടപൂജയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ നമ്മൾ ഒരു അത്തിമര ഗണപതിയെ വന്ന് തൊഴാം. അത് കഴിഞ്ഞ് നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് പോരാം. കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ നടുക്കുള്ള കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തേക്കുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം, കിടാവിളക്കും കാണാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വലതേ വശത്തെ ആദ്യത്തെ തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ഭഗവാന്റെ ശ്രീലകം മുഴുവൻ ആ നിറദീപത്തോട് കൂടിയിട്ട് ആ ഭഗവാന്റെ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിനെയൊക്കെ കാണാണ്ട്, അതേപോലെ കൈവളകൾ, തോൾവളകളൊക്കെ കാണാണ്ട്. ഇന്നിപ്പോൾ ഇടത്തെ കയ്യിലൊരു പഴക്കൊലയാണ്, അതേപോലെ വലത്തെ കയ്യിലൊരു താമരപ്പൂവും പിടിച്ച് സുന്ദരനായൊരു പൊന്നുണ്ണിയായിട്ടാണ് ശ്രീലകത്ത് ഉള്ളത്. പുതിയ മേൽശാന്തിയുടെ ചാർത്ത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. തിരുമുടിമാലകൾ 2 ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വലിയ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലയും 2 ഉണ്ട്. അതും വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. എല്ലാവരും കണ്ടോളൂ, മനസ്സ് നിറഞ്ഞ് തൊഴുതോളൂ കേട്ടോ. നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് ഗുരുവായൂരപ്പനെ ആ കായക്കൊലയും, അതായത് പഴുത്ത കായക്കൊലയും അതേപോലെ താമരപ്പൂവും പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, ആ തിടപ്പള്ളി നോക്കി തൊഴുത്, അതേപോലെ ആ ചുവരിൻ്റെ മുകളിലുള്ള ശ്രീകോവിലിൻ്റെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞിങ്ങനെ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് നന്നായിട്ടുള്ള അലങ്കാരമായിട്ടുണ്ട്. ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കൊമ്പ്, തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ, ചെവിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുമ്പ അടക്കം നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നല്ല കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ തിളങ്ങുന്ന ആ പട്ട്, സ്വർണത്തിൻ്റെ നല്ല പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. ധാരാളം മാലകളുണ്ട്, താമരമാലയൊക്കെ ഉണ്ട്, അർച്ചനപ്പൂക്കൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവിയുടെ ഫോട്ടോ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ മാറ്റി പ്രതിഷ്ഠിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ കൂത്തമ്പലത്തിലുള്ള ആ സരസ്വതി ദേവിയുടെ ഫോട്ടോ ആണ് ഇനിയിപ്പോൾ അവിടേക്ക് വരിക എന്നാണ് പറഞ്ഞിരുന്നത്, നാലമ്പലത്തിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് വരുമ്പോൾ നമ്മൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹമൂർത്തിയുടെ അപ്പുറത്തേക്ക് നോക്കിയാൽ ആ കുറൂരമ്മേനെയും ഉണ്ണിക്കണ്ണനെയൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. മേൽശാന്തി ഇപ്പോൾ പുതിയ മേൽശാന്തിയായി, പഴയ ആൾ മാറി. പുതിയ മേൽശാന്തിയാണ് മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വേഗം വരാം. അങ്ങനെ ആ വാമന രൂപത്തെയും അതേപോലെ ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപത്തെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനൊക്കെ കണ്ട് അനന്തശായിയായ ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വരാം, അനന്തപത്മനാഭൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നിറയെ മാലകളുണ്ട്. താമരമാലകളുണ്ട്, ചെണ്ടുമല്ലിമാലകളുണ്ട്, ജമന്തിമാലകളുണ്ട്, തുളസിമാലകളുണ്ട്.
അവിടെ തൊഴുത് ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്നിങ്ങനെ സുഖമായിട്ട് തൊഴാം. തൊഴുത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ അവിടെ ഒന്ന് സാഷ്ടാംഗം നമസ്കാരം ചെയ്യാം. അതിനുശേഷം ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത്, കൃഷ്ണനെയും കണ്ട് തൊഴുത്, മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് നേരെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് നല്ല കുങ്കുമമുണ്ട്, അതേപോലെ തന്നെ വെറ്റിലമാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതതിന് ശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണൻ്റെ അടുത്ത് വന്ന് എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആവശ്യങ്ങളും അവിടെ ഉന്നയിക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു അനുഗ്രഹം തരും. അപ്പോൾ എന്നിട്ട് നമ്മൾ കിഴക്കേ നടയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗോപുരം കാണാം, അതായത് കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നൃത്താറയിൽ ആ കിടാവൾക്ക് കത്തുന്നത് കാണാം. അതേപോലെ മണിക്കിണറും നോക്കി തൊഴുത് കുറൂരമേനി നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വേഗം അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ വന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങുന്ന പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങാം. പിന്നെ ഭഗവതിയുടെ അടുത്തേക്ക്, എടത്തരികത്തുകാവിൽ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഇന്നിപ്പോൾ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അവിടെയൊക്കെ തിരക്കാണ്. അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ നല്ല സുന്ദരിയായിട്ടാണ്, അതീവ സുന്ദരിയായിട്ട് അമ്മ നല്ല സർവാഭരണ വിഭൂഷിതമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കൂത്തമ്പലത്തിൽ വരിക. കൂത്തമ്പലത്തിലാവുമ്പോൾ ഇപ്പോൾ നവരാത്രി പൂജയുടെ അത് നാളെയല്ലേ ഇപ്പോൾ വിശിഷ്ടമായിട്ടുള്ള വിജയദശമി. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളും അതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കയറി നിന്ന് തൊഴുത് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴും അവിടെ ചന്ദനം ഒക്കെ ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് അയ്യപ്പസ്വാമി. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെയും അതേപോലെ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയൊക്കെ കണ്ട് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മളെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അതേപോലെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അതിനുശേഷം നമുക്ക് ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി തൊഴാം. പിന്നെ നമ്മൾ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വിളക്കൊന്ന് കാണാം. അപ്പോൾ അതൊന്ന് കണ്ട് തൊഴുത് നമുക്കങ്ങനെ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അവരവരുടെ ഉദ്ദേശശുദ്ധിയെ എല്ലാതും നടത്തി കൊടുക്കട്ടെ ഗുരുവായൂരപ്പൻ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.